ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ഫ്രൂട്ട് സലാഡാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് മാംഗോ, ഗ്രേപ്സ്, അതുപോലെ തന്നെ ഏത്തപ്പഴം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിയാ സീഡ് അല്ലെങ്കിൽ കസ്കസ് കുതിർത്ത് വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള സീഡ്ലെസ് ഗ്രേപ്സ്, പിന്നെ പഴുത്ത മാങ്ങ, അതുപോലെ ഏത്തപ്പഴം. ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പാൻ ചൂടായി പാലൊഴിച്ചു. അതിലേക്ക് ആവശ്യമായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പാല് കാച്ചുന്നതിന് മുന്നേ ഒരല്പം മാറ്റി വെച്ച് അതിനകത്തൊരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂട് പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് പാല് മാറ്റി എടുത്തിട്ട് അതിനകത്ത് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്തു മിക്സ് ചെയ്തു. ഇനി ഈ ഒരു മിക്സർ നമ്മൾ ചൂടായി വരുന്ന പാലിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ ചെറുതായിട്ട് ആ ചൂടായി വന്ന പാലിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാലിൽ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വളരെ പെട്ടെന്ന് അത് സെറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ സിമ്മിൽ ആക്കിയിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെ കട്ട പിടിക്കും. വളരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ. ഇനി അത് ബോയിൽ ചെയ്യുന്നത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് അതിനെ ഒന്നൊരു നല്ലതുപോലൊരു സിറപ്പ് പരുവത്തിലാക്കി ചൂടാക്കി എടുക്കുക. ഇത് നമ്മൾ ആ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. നന്നായിട്ട് ആറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിനകത്തേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റേർഡിൻ്റെ മിക്സറും അതുപോലെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സും നമുക്ക് റൂം ടെമ്പറേച്ചർ ഒക്കെ ആയി കഴിയുമ്പോൾ കസ്റ്റേർഡ് മിക്സർ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതെടുത്തിട്ട് നമ്മൾ കസ്റ്റേർഡ് മിക്സ് ആദ്യം ബൗളിലേക്ക് മാറ്റി പിന്നെ അതിനകത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് തയ്യാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമ്മറിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഫ്രൂട്ട് സലാഡ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു.